ഇടുക്കി പൂച്ചപ്പുറയിൽ ഉരുൾപൊട്ടലുണ്ടായി 2 വീടുകൾക്ക് കേടുപാട്. ഏക്കർ കണക്കിന് കൃഷി നശിച്ചുവെന്ന വാർത്ത വരുന്നു. പൂച്ചപ്പുറയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. പറയൂ രാഹുൽ വിജയൻ, എന്താണ് അപ്ഡേറ്റ്? ഇന്നലെ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ഭയാനകമായ രീതിയിൽ ഉരുൾ പൊട്ടി താഴേക്ക് വന്നിരിക്കുകയാണ്. പൂച്ചപ്പുറ കുളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ഉരുൾപൊട്ടൽ ഇത്രയും വലിയ തീവ്രത ഉള്ള ഒന്നാണെന്ന് ആരും കരുതിയിരുന്നില്ല. ഇങ്ങോട്ടേക്ക് എത്താൻ ഒരല്പം കാലതാമസം ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു തീവ്രത പുറത്തേക്ക് അറിയുന്നതിന് വൈകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ അത് കൃത്യമായി കാണാൻ കഴിയും. വലിയ പാറകളൊക്കെയാണ് ഈ റോഡിലേക്ക് ഉരുണ്ട് വന്ന് വീണ് കിടക്കുകയും ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് വീടുണ്ട്. ഇതിനു മുകളിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെ ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ഒരു വീട് ഭാഗികമായും തകർന്നു എന്നുള്ളതും പറയുന്നു. 2 വീടുകളും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഉരുൾപൊട്ടലിൽ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ തൊട്ടടുത്ത് നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. അതിന് തൊട്ട് ചേർന്നാണ് ഈ ഉരുൾ പൊട്ടി താഴേക്ക് ഒഴുകിയിരിക്കുന്നത് എന്നുള്ളതും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ നാട്ടുകാരനായ ചേട്ടൻ നമുക്കപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഉള്ള സ്ഥലമായിരുന്നു? എൻ്റെ അറിവിൽ ഒരു 10-30 വർഷത്തിന് ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇന്നലെ എപ്പോഴും ഇതുണ്ടായത്? ഒരു 6:30-ക്കാണ്. അതെ. എങ്ങനെയായിരുന്നു ഇതൊരു ഇവിടെ ഒരു വീട്ടുകാരുണ്ട്. അവർ ഈ സൗണ്ട് കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വലിയൊരു വനപ്രദേശം ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നി. അപ്പം ഈ സൈഡിൽ നിന്ന് അവർ അവിടത്തേക്ക് മാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ സൈഡിൽ കൂടെ ഇതേ സെയിം അവസ്ഥയിൽ വന്നു. അപ്പോൾ അവരുടെ കുറേ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബറുകളുണ്ട്. റബ്ബർ പോയി, റബ്ബർ അടിക്കുന്ന മെഷീൻ പോയി. അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ അവർക്ക്. ആളുകൾക്കൊന്നും വലിയ ഇല്ലില്ല, ആളുകൾക്ക് ആർക്കും പരിക്കാൻ പറ്റിയിട്ടില്ല. വലിയ പാറക്കെട്ടുകളൊക്കെയാണ് വന്നത്. അത് തന്നെയാണ്, വലിയ പാറക്കെട്ടുകളൊക്കെയാണ് ഈ റോഡിലേക്കൊക്കെ പതിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റാളുകൾക്ക് അപകടമൊന്നും ഉണ്ടാകാത്ത വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സമീപകാലത്തൊന്നും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഉരുൾ പൊട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ആളുകളും പറയുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ഭാഗത്തുണ്ടായ ഒരു വീടിന് പറ്റിയ കേടുപാടാണ് ഇതിൽ ഏറ്റവും വലിയ നാശനഷ്ടമായിട്ട് കണക്കാക്കാൻ കഴിയുക. നമുക്കിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ഒരു ഭീകരതയുണ്ട്. കാരണം നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കൃഷി പ്രദേശമായിരുന്നു, കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ വലിയ മണ്ണും കല്ലും ഒക്കെ ഒലിച്ചു പോയി ഒരു തോട് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഭീകരമായ കാഴ്ച എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങോട്ടേക്കുള്ള വൈദ്യുതി കണക്ഷനുകളൊക്കെ എല്ലാം താറുമാറായി കിടക്കുകയാണ്. എല്ലാം വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ എല്ലാം തകർന്ന് കിടക്കുകയാണ്. ഇതിലെ ആളുകൾക്ക് പോകുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതൊരു വഴിയാണ് നമ്മൾ നിൽക്കുന്നത്. ആ വഴിയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇതെല്ലാം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഒരല്പം കാലതാമസം നേരിടും, അല്പസമയമെടുക്കും. വലിയ പാറയാണ്. ഇതൊക്കെ പൊട്ടിച്ച് മാറ്റേണ്ട സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അത് അടിയന്തരമായി ചെയ്യാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും കാലതാമസം നേരിടും. പ്രതികൂല കാലാവസ്ഥയാണ് എങ്കിൽ അത് വീണ്ടും താമസിക്കും. എന്തായാലും കൃത്യമായിട്ടും ഇവിടെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.